പകലും 4 രാത്രിയും. രാഷ്ട്രീയ കേരളം ആരെ വീഴ്ത്തും ആരെ വാഴ്ത്തും എന്നറിയാൻ ഇനി 4 ദിവസങ്ങൾ. കടന്നുപോയത് കേരളം കണ്ട കനത്ത മത്സരം. ഗോദയിലുണ്ടായിരുന്നതോ കേരളത്തിന്റെ പ്രിയ നേതാക്കളും. അടിമുടി വിവാദങ്ങളും അവസാന നിമിഷ വഴിത്തിരിവുകളും നിറഞ്ഞ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ് മനോരമ ന്യൂസ്. കേരളം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രവചന ഫലം. UDFന് ആഹ്ലാദത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും നാളുകൾ. അതേസമയം LDF തളരുമോ എന്നതാണ് ചോദ്യം. മനോരമ ന്യൂസ് സീ വോട്ടർ എക്സിറ്റ് പോളിൽ UDFന്റെ വിജയ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ പ്രധാന മണ്ഡലങ്ങളിൽ ഏതു സ്ഥാനാർത്ഥികൾ എത്ര ശതമാനത്തിൽ വിജയക്കൊടി വീശും അറിയാം വിശദമായി. UDFന് 82 മുതൽ 94 വരെ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചനം. LDFന് 44 മുതൽ 56 വരെ. അതേസമയം NDA 1 മുതൽ 3 വരെ സീറ്റ് നേടാനാണ് സാധ്യത. UDFന് 43% വോട്ട് ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുമ്പോൾ അത് കഴിഞ്ഞ തവണത്തെക്കാൾ 3% കൂടുതലാണ്. LDFന് കഴിഞ്ഞ തവണത്തെക്കാൾ 7% കുറവോടെ 38% വോട്ട് ലഭിക്കുമെന്നാണ് സൂചന. NDAയുടെ വോട്ട് വിഹിതം 14% ഉയരുമെന്നും പ്രവചനമുണ്ട്. അതായത് കഴിഞ്ഞ തവണത്തെക്കാൾ 3% കൂടുതൽ. അടിമുടി പൊളിറ്റിക്കൽ ട്വിസ്റ്റ് ആണ് വരാൻ പോകുന്നതെന്ന് സാരം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും UDFന് വലിയ മുന്നേറ്റമാണ് സർവേ പ്രവചിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ആകെയുള്ള 48 സീറ്റുകളിൽ 33 മുതൽ 37 സീറ്റുകളിൽ UDF വിജയിക്കുമെന്നും LDFന്റെ സാധ്യത 11 മുതൽ 15 വരെയാണെന്നുമാണ് വിശകലനം. മധ്യ കേരളത്തിലെ 53 സീറ്റുകളിൽ 31 മുതൽ 35 എണ്ണത്തിൽ UDF വിജയിക്കുമെന്നും LDF 18 മുതൽ 22 വരെ നേടുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു. അതേസമയം വടക്കൻ മധ്യ കേരളത്തിൽ NDAക്ക് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല. തെക്കൻ കേരളത്തിൽ ശക്തമായ മത്സരമാണ് സർവേ പ്രവചിക്കുന്നതെങ്കിലും മേൽക്കൈ UDFന് തന്നെയാണ്. ആകെയുള്ള 39 സീറ്റുകളിൽ 18 മുതൽ 22 എണ്ണം വരെ UDFന് ലഭിക്കും. LDFന് 15 മുതൽ 19 സീറ്റുകൾ. NDAക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം. കേരളത്തിലെ രാഷ്ട്രീയ തൽപരരുടെ നോട്ടം എന്നും ഹോട്ട് സീറ്റുകളിലേക്കാണ്. 30 മണ്ഡലങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. ഇതിൽ നേമത്ത് ശക്തമായ മത്സരം നടക്കുന്നുണ്ടെങ്കിലും NDAക്കാണ് മുന്നേറ്റം പ്രവചിക്കുന്നത്. വി ശിവൻകുട്ടി CPMനായും KS ശബരിനാഥൻ കോൺഗ്രസിനായും രാജീവ് ചന്ദ്രശേഖർ BJPക്കായും മത്സരിക്കുന്നു. CPM മുൻ നേതാവ് G സുധാകരൻ UDF പിന്തുണയോടെ മത്സരിക്കുന്ന അമ്പലപ്പുഴയിൽ LDFന് നേരിയ മുൻതൂക്കമുണ്ട്. H സലാമാണ് CPM സ്ഥാനാർത്ഥി. G സുധാകരന്റെ പാർട്ടി വിടലും സ്ഥാനാർത്ഥിത്വവും അമ്പലപ്പുഴയെ പതിവിലും ശ്രദ്ധേയമാക്കിയല്ലോ. UDFന്റെ പിന്തുണയോടെ മത്സരിക്കാൻ ഇറങ്ങിയ G സുധാകരൻ വലിയ വെല്ലുവിളി LDFനുണ്ടാക്കുമെന്നതായിരുന്നു വിശകലനം. പാലായിൽ UDF സ്ഥാനാർത്ഥി മാണി C കാപ്പനാണ് മുൻതൂക്കം. ജോസ് കെ മാണിയാണ് LDF സ്ഥാനാർത്ഥി. പേരാവൂർ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. അവിടെ UDFനാണ് വിജയ സാധ്യത. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. മുൻ മന്ത്രി KK ശൈലജ CPMനായി മത്സരിക്കുന്നു. ബേപ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയ PV അൻവറിന് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേക്കാൾ വോട്ട് ശതമാനത്തിൽ കുറവ് വരുമെങ്കിലും ബേപ്പൂർ ഉറച്ച LDF കോട്ടയായി തുടരുമെന്നാണ് എക്സിറ്റ് പോൾ. കൂടുതൽ അറിയാൻ മനോരമ ഓൺലൈനും മനോരമ ന്യൂസ്.com സന്ദർശിക്കൂ.